പരമാചാര്യനായിരുന്ന കാലം ചെയ്ത പരിശുദ്ധ ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ഭൂമി എന്നത് സകല ജനങ്ങൾക്കും വേണ്ടി സ്വർഗമൊരുക്കിയ പൊതുഭവനമാണ്. ഈ ഭൂമി എന്നത് സകല ജനങ്ങൾക്കും വേണ്ടി ഒരുക്കപ്പെട്ട പൊതുഭവനമാണ്. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല. ഇതിലെ നന്മകൾ സകല മനുഷ്യർക്കും അർഹതപ്പെട്ടതാണ്. ഇതിലെ എല്ലാ നന്മകളും എല്ലാവർക്കുമായി ദൈവം ഒരുക്കിയതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയുള്ളവരും, എല്ലാവരും ഈ ഭൂമിയുടെ സകല നന്മകളും പങ്കുവയ്ക്കാൻ അർഹതയുള്ളവരും, എല്ലാവരും സ്നേഹാർഹരും ബഹുമാനിക്കപ്പെടേണ്ടവരുമാണ് എന്ന സത്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഇപ്രകാരം മനുഷ്യന്റെ മഹത്വം അംഗീകരിക്കുകയും സകല മനുഷ്യർക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ ഭൂമിയും അതിലൂടെ ഒരുക്കപ്പെട്ട നന്മകളും അത് ഞങ്ങൾക്ക് മാത്രം മതി എന്ന് ആരെങ്കിലും പറയുന്നിടത്താണ് യഥാർത്ഥ പ്രശ്നം ലോകത്തിൽ സംജാതമാകുന്നത്. ഇവിടെ പലപ്പോഴും പറയാറുള്ള മതങ്ങളുടെ സാന്നിധ്യമാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നതിന്റെ കാരണമെന്ന് പറയുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. എന്നാൽ മതങ്ങളുടെ സാന്നിധ്യമല്ല, പിന്നെയോ മതങ്ങളുടെ തെറ്റായ പ്രബോധനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു മതം അവരുടെ വിശ്വാസികൾക്ക് നിങ്ങൾ നമ്മുടെ മതസ്ഥരെ മാത്രം സ്നേഹിച്ചാൽ മതി എന്ന് എന്റെ മതം എന്നോട് പറഞ്ഞാൽ ഞാൻ അത് അംഗീകരിക്കുന്നവനല്ല. സകല മനുഷ്യരും ദൈവത്തിന്റെ സൃഷ്ടികളായകയാൽ സകലർക്കും വേണ്ടി ഒരുക്കപ്പെട്ട പൊതുഭവനമാണ് ഈ ഭൂമി എന്നതിനാൽ ക്രിസ്തുവിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ട രക്ഷ സകല മനുഷ്യർക്കും അർഹതയുള്ളതാകയാൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതം ഉണ്ടാക്കി വെച്ച ഒരു സ്വർഗത്തിലേക്കല്ല ഞങ്ങൾ ക്രിസ്തുവിലൂടെ നിങ്ങളെ ക്ഷണിക്കുന്നത്.